ക്ഷീണം വരുമ്പോൾ, ശരീരത്തിനൊരു ക്ഷീണം, അസ്വസ്ഥത, ടെൻഷൻ ഇതൊക്കെ വരുന്ന സമയത്ത്, പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ, ഭർത്താവ് ജോലിക്ക് പോയി, മക്കള് സ്കൂളുകളിൽ പഠിക്കാൻ പോയി, അപ്പോൾ വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരുമാതിരി ഒരു അസ്വസ്ഥതയും ടെൻഷനൊക്കെ ആകുന്ന സമയത്ത് അവർക്ക് കൂട്ടിനൊരാളെയായി മാറ്റാൻ പറ്റിയ ഒരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹ ഓതിയാൽ ഒരു മനോധൈര്യം ഉണ്ടാകും, ടെൻഷനുകൾ മാറുമെന്നാണ്. ഏത് കാര്യം തുടങ്ങുന്നതിന് മുന്നേയും അതിൽ ബറക്കത്തുണ്ടാവാൻ, ആ തുടങ്ങുന്ന കാര്യത്തിൽ ഒരു ഖൈറുണ്ടാവാൻ സൂറത്തുൽ ഫാത്തിഹ ഓതി നമ്മൾ ദുആ രക്കുക. ഇപ്പോൾ നമ്മുടെ ഖുർആൻ തുടങ്ങുന്നല്ലേ, ഖുർആനിൻ്റെ ആദ്യത്തെ സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. നിസ്കാരത്തിൽ നമ്മൾ കൈകെട്ടിയാൽ നമ്മൾ ആദ്യം ഓതുന്ന സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. അപ്പം നല്ല കാര്യം ഏതുണ്ടോ അത് തുടങ്ങാൻ. ഇപ്പോൾ നമ്മളിപ്പോൾ ചെറുക്കനിറങ്ങുന്നു, പെണ്ണിറങ്ങുന്നു, നിക്കാഹ് കഴിഞ്ഞ ഉടൻ തന്നെ നമ്മൾ ഉസ്താദുമാർ അൽ ഫാത്തിഹ എന്ന് വിളിച്ച് നമ്മൾ ദ്വാരക്കാറുണ്ട്. അതുപോലെ മരണവീട്ടിൽ പോയി നമ്മൾ ദ്വാരക്കാറുണ്ട്. ഇപ്പോൾ ഒരു പുതിയൊരു വാഹനം എടുത്തു, നമ്മൾ എന്ത് ചെയ്യുക, ഇനി പള്ളിയിൽ ഉസ്താദിനെ വിളിക്കണമെന്നില്ല, സ്വന്തമായിട്ട് ഒരു ഫാത്തിഹ ഓതി ദ്വാരക്കുക. അപ്പോൾ എന്ത് നല്ല കാര്യം തുടങ്ങും, ഇപ്പോൾ ഒരു കച്ചവടമാവട്ടെ, മറ്റെന്ത് നല്ല കാര്യം തുടങ്ങട്ടെ, എന്ത് നല്ല കാര്യം തുടങ്ങിയാലും, അതുപോലെ ഇപ്പോൾ പുതിയ ക്ലാസ്സിലേക്ക് നമ്മുടെ മക്കൾ പ്രവേശിക്കും. ഇപ്പോൾ 8ാം ക്ലാസ്, 9ാം ക്ലാസ്, 10ാം ക്ലാസ്, അല്ലെങ്കിൽ നമ്മൾ മറ്റ് കോഴ്സുകൾ പഠിക്കുന്നു. ആ സമയത്തൊക്കെ ആ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഓരോ ദിവസം നിങ്ങൾക്ക് ഓതാവുന്നതാണ് സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ട് തുടങ്ങിയാൽ അതിൽ വലിയൊരു ഖൈറുണ്ടാവും.